മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടീ ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ. കേട്ടില്ല നിങ്ങൾ ഈ ചങ്ങാതി പറഞ്ഞത്? മടവൂരാരാ പടച്ചോന എന്ന് ചോദിക്കുന്നവരോട് അതെ അതെ മടവൂരാണ് ഞങ്ങളെ പടച്ചോന് എന്ന് പറയാനാണ് ഈ ചങ്ങാതി പറയുന്നത്. ഏതെങ്കിലും ഒരു പാട്ടുണ്ടാക്കി ഈ ചങ്ങാതി പാടും. അതിനെ ന്യായീകരിക്കാൻ ഇബ്ലീസ് ത്വരീഖത്തുകാർ രംഗത്ത് വരും. ഈ ചങ്ങാതി ഉണ്ടാക്കിയ ഒരു പാട്ടായിരുന്നു ഇബ്ലീസ് മടവൂരിൻ്റെ കൊടി പിടിക്കുന്നത്. ഈ പാട്ടിനെ ന്യായീകരിക്കാൻ ഇബ്ലീസ് ത്വരീഖത്തുകാർ രംഗത്ത് വന്നു ഇബ്ലീസിനെ സ്വർഗത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മടവൂരാരാ പടച്ചോന എന്നുള്ള പാട്ട് ഇറങ്ങിയപ്പോൾ അതിനെ ആദ്യം എതിർത്തത് ഇബ്ലീസ് ത്വരീഖത്തുകാരാണെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അവർ. മടവൂരാരാ പടച്ചോന എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല എന്നാണ് ഇപ്പോൾ ഇബ്ലീസ് ത്വരീഖത്തുകാർ പറയുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ല. അതിനെന്താ പ്രശ്നം? ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴാണ് കാട്ടുവളപ്പിൽ നൗഷാദ് ഒരു വെല്ലുവിളി നടത്തുന്നത്. ഈ പിഴച്ച പാട്ടിനെ പേരോട് ഉസ്താദ് വിമർശിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ AP കൂടാരത്തിൽ ഇത് തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ ആരിസ് മദനി ഉസ്താദ് ഇത് കേട്ടപ്പോൾ ഉടനെ രംഗത്ത് വന്നു. കുരുവട്ടൂരികൾക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം കാട്ടുവളപ്പിൽ നൗഷാദ് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് നിയൽവാദിയായ ഈ മുസ്ലിയാരി പറഞ്ഞ വാദം ഇപ്പോൾ AP കൂടാരത്തിനുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് തുറന്നു പറയ്. വലിയ പടലാകൾ പെട്ട് ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സിട്ടിക്ക് വിശ്വസിച്ചാൽ ഓൻ കാഫിറാണ്. വലിയ പെടൽ ആരാ പെട്ടതെന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാം. ഇപ്പൊ എന്താ കോളാമ്പി ചോദിച്ചത്? AP കൂടാരത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. എന്താണ് ഇയാൾ ഇത് ചോദിക്കാൻ കാരണമെന്നറിയോ? പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കാണിക്കുകയാണ്. ഈ പിഴച്ച പാട്ടിനെ പേരോട് ഉസ്താദ് വിമർശിച്ചു. ആ പറഞ്ഞ വിമർശനത്തിനിടയിൽ വന്ന ചില വാക്കുകൾ എടുത്തിട്ട് വെല്ലുവിളിക്കുകയാണ്. ഏതാട്ടെ ഇയാളെ ഖാലിഖിന്റെ അന്നത്തെ ഊക്കിൽ പറഞ്ഞതാ. ഇന്നത് പറയാൻ ധൈര്യമുണ്ടോ? സാവിയത്തു സൂഫിയ അള്ളാന്റെ സിഫത്തുകൾ എങ്ങനെയാണ് അല്ലാത്തവർക്ക് പറഞ്ഞാൽ മുശ്രിക്കാകുക, കാഫിറാവാന്ന് പഠിപ്പിച്ചു കൊടുത്ത ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുന്നു, അന്ന് പറഞ്ഞ ആ വാക്ക് ഇനിയൊന്ന് പറയാൻ ധൈര്യമുള്ള AP കുട്ടികളുണ്ട് മുന്നോട്ട് വരി. ഞാനുണ്ട്. പേരോട് ഉസ്താദ് എന്താണോ പ്രസംഗിച്ചത് അത് 100% സത്യമാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് തെളിയിക്കാൻ ആർജവത്തോടുകൂടി ഞാനിതാ മുമ്പോട്ട് വന്നിരിക്കാൻ. എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? നൗഷാദ് കേൾപ്പിക്കട്ടെ. പറയട്ടെ പേരോട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല. ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറയുന്നതെന്ന് നീ കേട്ടതല്ലേ? ഞാനും കേട്ടു, ഇപ്പൊ ആളുകളും കേട്ടു. ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനുശേഷം പേരോട് ഉസ്താദ് എന്താ പറയുന്നത് എന്ന് നീ കേൾപ്പിക്കുന്നില്ലല്ലോ. ഉസ്താദ് ഈ പിഴച്ച പാട്ടിനെ വിമർശിക്കുന്നതിന്റെ ഇടയിൽ ഒരാളുടെ വിശ്വാസം കുഫറാകുന്നത് എപ്പോഴാണ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് നൗഷാദ് ഈ കേൾപ്പിച്ചത്. അതിനുശേഷമുണ്ട്, അതുകൂടി കേൾക്കാം. വെളിച്ചുപോയുടെ സ്വഭാവം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും, ഇന്നതൊന്നുമില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോന, ഞങ്ങളെ പടച്ചോൻ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ
ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവിയാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന അല്ലാഹുവിന് തുല്യനായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി സ്വലാം ആണെങ്കിൽ, ഈസാ നബി ചില്ലറക്കാരനല്ല, മറിച്ച് മരിച്ച മയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, റസൂലാണ് ഈസാ നബി അലൈഹി സ്വലാം. അതെ, വളരെ കൃത്യമായി പേരോട് ഉസ്താദ് പറഞ്ഞു. പിഴച്ച ആളുകൾ അവരെന്തും പറയും, എന്തും പാടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പാട്ടും അതിനെ ന്യായീകരിക്കാൻ വന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരും. ആ പാട്ടിനെ വിമർശിച്ചപ്പോൾ പേരോട് ഉസ്താദ് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയാൽ അവൻ അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന്. അത് ഖാലിഖ് എന്ന് പറഞ്ഞാലും റാസിഖ് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്നുണ്ടോ അവൻ ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല. ഇത് ഇസ്ലാമിന്റെ നിലപാടാണ്, പേരോട് ഉസ്താദ് പറഞ്ഞതാണ്. ഇതിനാണോ നൗഷാദെ നീ ഇത്ര വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയത്? എന്നാൽ പേരോട് ഉസ്താദ് അത് പറയുമ്പോൾ അതിന് ഉദാഹരണമായി കൊണ്ടുവന്നത് ആരെയാ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉദാഹരണമായി കൊണ്ടുവന്നത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ നസ്വാറാക്കൾ അതിര് കടന്നുപോയി, പറയാവുന്നതിന്റെ അപ്പുറം പറഞ്ഞ് അവർ ദൈവമാണെന്ന് വാദിച്ചു. അതാണ് പേരോട് ഉസ്താദ് ഈ പാട്ടിനെ വിമർശിക്കാൻ ഉദാഹരണമായി കൊണ്ടുവന്നത്. എന്നാൽ ഇതേ ഉദാഹരണം കൊണ്ട് ഒരിക്കൽ ഈ പാട്ടിനെ വിമർശിച്ചവരാണ് ഈ കോളാമ്പി. അത് നമ്മൾ ആദ്യം അറിയണം. ഇവര് തന്നെ പറഞ്ഞല്ലോ ഈ പാട്ടിനെ ആദ്യമായി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന്. ആയിക്കോട്ടെ, എന്നാൽ ഈ പാട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കിയ നസ്വാറാക്കളുടെ പാട്ടുപോലെയാണെന്ന് പ്രസംഗിച്ചതും ഇതേ കാട്ടുവളപ്പിൽ നൗഷാദാണ്. എന്നിട്ടിപ്പൊ പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കാൻ നടക്കാൻ ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? പേരോട് ഉസ്താദ് എന്താണോ പറഞ്ഞത് അതിനെതിര് പറയാൻ. ഇപ്പൊ പേരോട് ഉസ്താദിനെ എല്ലാവരും ഇഷ്ടത്തോടുകൂടി മൗലാന എന്ന് വിളിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്തു? എന്നാ ഒരു പടി കൂടി മുമ്പിൽ നിന്നുകൊണ്ട് മടവൂരിനെ പടച്ചോൻ എന്നും വിളിച്ചു. പേരോട് ഉസ്താദ് എവിടാണോ അതിന്റെ എതിര് നിൽക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം. അതിന് കാരണങ്ങൾ വേറെ പലതുമുണ്ട്. എന്തായാലും ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കിയ നസ്വാറാക്കളുടെ പരിപാടിയോട് തുലനപ്പെടുത്തിക്കൊണ്ടാണ് കാട്ടുവളപ്പിൽ നൗഷാദ് ഈ പാട്ടിനെ മുമ്പ് എതിർത്തത്. നൗഷാദിന് എന്തോ കർശനമായി പറയാനുണ്ട്. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെ കുറിച്ച്, ആ ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താനൊന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുമല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഭയപ്പെടണമെങ്കിൽ ആദ്യം പടച്ചോനെ ഒരു പേടി ഉണ്ടാക്കണം. അതില്ലാത്ത നിങ്ങളെ എന്തു പറഞ്ഞിട്ട് ഭയപ്പെടുത്താനാണ്? അതുകൊണ്ട് ആ പണിക്കൊന്നും ഞങ്ങൾ വരുന്നില്ല. പക്ഷേ ആ പാട്ടിനെ കാട്ടുവളപ്പിൽ നൗഷാദ് എതിർത്തത് കണ്ടോ? ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതിരിക്കാനുള്ളതിന്റെ കാരണം എന്താണ്? ഇമാം ബൂസീരി റഹിമഹുല്ല അവിടുത്തെ ബുർദയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നസ്വാറാക്കൾ അവരുടെ ദൈവത്തിന്റെ വിഷയത്തിൽ വാദിച്ചത് എന്താണോ അതിനെ ഒഴിവാക്കണം. എന്താ നസ്വാറാക്കൾ വാദിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണ് എന്ന്. അത് കുഫറല്ലേ? അത് കുഫറാണോ തൗഹീദാണോ നൗഷാദെ? ഈ പാട്ടിനെ വിമർശിക്കാൻ കൊണ്ടുവന്ന ഉദാഹരണം
പേരോട് ഉസ്താദ് കൊണ്ടുവന്ന അതേ ഉദാഹരണം. പേരോട് ഉസ്താദ് ഖുർആൻ ഓതി പറഞ്ഞു, ഇയാൾ ബുർദ ഓതി പറഞ്ഞു, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോ കാട്ടുവളപ്പിൽ നൗഷാദ് മുമ്പൊരിക്കൽ ഈ പാട്ട് കുഫറാണ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ അതിനെ വിമർശിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനോട് സാദൃശ്യം വരുന്ന ഒന്നുപോലും ഞങ്ങൾ പറയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചവരാണ്. ഇപ്പൊ വന്നിട്ട് മടവൂരാണ് പടച്ചോൻ എന്ന് പറയുകയാണെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പണിയെടുക്കാൻ. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത് എന്തിനാണെന്നറിയോ? മൗലാന നിങ്ങൾ പറഞ്ഞില്ലേ, അത് രണ്ടർത്ഥത്തിലാണ്. നാ ഖാലിക്ക് അറിഞ്ഞു രണ്ടർത്ഥത്തിലാണ്. മനസ്സിലാണ് നിങ്ങൾക്ക്? അത് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്തിരി പണിയെടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ വരാൻ കഴിയാത്തത്. എവിടെ ഇബ്ലീസ് മോനൊക്കെ പോയി? ഇനി പോകാൻ വേറൊരു വിഷയത്തെ വരാം. ഇതിനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വരുമെന്ന് നൗഷാദിൽ എന്തായാലും നല്ല ഉറപ്പാണ്. കാരണം മുൻ അനുഭവങ്ങളുണ്ടല്ലോ. പക്ഷേ വരാൻ 1, 2, 3 ദിവസം അങ്ങോട്ട് വൈകിപ്പോയാൽ എന്തോ അത് വലിയ സംഭവമാക്കി ആഘോഷിക്കുകയാണ് ഇബ്ലീസ് ത്വരീഖത്തുകാർ. എന്റെ ഇബ്ലീസ് ത്വരീഖത്തുകാരെ, നിങ്ങളെപ്പോലല്ല. നിങ്ങൾക്ക് ഇതാണ് ജോലി, നിങ്ങൾക്ക് ഇതാണ് വരുമാന മാർഗം. നിങ്ങൾക്ക് ഇത് നടത്തിയിട്ടില്ലെങ്കിൽ അന്നം മുടങ്ങും. പക്ഷേ ഞങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ചില സമയങ്ങളിൽ സമയം കിട്ടാതെ വരികയോ തിരക്കിൽപ്പെടുകയോ ചെയ്യുമ്പോൾ 2, 3, 4 ദിവസമൊക്കെ വൈകിപ്പോകും. അതിനാണോ മോൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അതിനാണോ മോൻ ഇങ്ങനെ ആഘോഷിക്കുന്നത്? എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പണിയെടുത്തത് ഇതിനാണ് എന്ന്. പേരോടിന മൗലാന എന്ന് പറഞ്ഞത് രണ്ടർത്ഥത്തിലാണെങ്കിൽ മടവൂരിനെ ഖാലിഖാണ് എന്ന് പറഞ്ഞതും രണ്ടർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ മതി എന്നാണ്. അവിടെ ഒരു തട്ടിപ്പ്. സത്യത്തിൽ ഇവര് പാടിയത് മടവൂര് പടച്ചോനാണെന്ന് അറിയണമെന്ന. ഇയാൾ പറഞ്ഞത് മടവൂര് പടച്ചോനാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്നാണ്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ മലയാള വാക്കാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഈ പിഴച്ച പാട്ട് പാടിയപ്പോ, ഈ പിഴച്ച വാക്ക് പറഞ്ഞപ്പോ നാടന്മാര് പോലും അതിനെ ചോദ്യം ചെയ്തത്. കാരണം അവരൊക്കെ പടച്ചോൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെയാണ്.